ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയ മേക്കപ്പ് വീഡിയോ ആണ്. സിമ്പിൾ ആൻഡ് ഈസി മേക്കപ്പ് വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ. ഗുഡ് വൈബ്സിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കുക്കുംബർ മോയ്സ്ചറൈസറാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സത്യം പറയാലോ, അത്ര അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ ഇതുവരെ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ബോട്ടിൽ തന്നെ തീരാനായി ഇപ്പോൾ. ഒന്നും കൂടി വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ബേസ് മോയ്സ്ചറൈസർ ഇട്ടു. ബേസായിട്ട് അതാ ഇട്ടത്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഫേസിൽ എല്ലാ സ്ഥലത്തും അത് ഈക്വലായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പൗഡർ യൂസ് ചെയ്യാറുണ്ട്. എന്ത് ക്രീമും ഞാൻ അപ്ലൈ ചെയ്താൽ എനിക്ക് പൗഡർ ഇടാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അമ്മേൻ്റെ പോൺസ് പൗഡറാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത്. എപ്പോഴും അതന്നെ അധികം യൂസ് ചെയ്യാറ്. ഇനി നമുക്ക് നമ്മുടെ ഐബ്രോ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഭംഗി തന്നെ മാറും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ നല്ല ഷേപ്ഡ് ഐബ്രോ ഉണ്ടാകുമ്പോൾ കണ്ണിൻ്റെ സൗന്ദര്യം കുറച്ച് കൂടും. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ബോർഡർ ഒന്ന് നല്ല ഷേപ്പും ചെയ്തു. പിന്നെ ചില പോയിന്റ്സിൽ എനിക്ക് ഹെയർ കുറവുണ്ട്. അപ്പോൾ അതും ഒന്ന് ഫില്ല് ചെയ്തു. ഞാൻ തന്നെയാണ് എൻ്റെ ഐബ്രോ ഷേപ്പ് ചെയ്യാറ്. ഞാൻ പാർലറിലൊന്നും പോകാറില്ല. അതുകൊണ്ട് നമ്മൾ ലൈക്ക് എന്ന് വെച്ചിട്ട് ഭയങ്കര മോശം എന്നല്ല, കുഴപ്പമില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഷേപ്പും കിട്ടും. പിന്നെ ഞാൻ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നത് ഹിമാലയൻ്റെ ഒരു ലിപ് ബാമാണ്. നമ്മുടെ ലിപ്പിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്യണമല്ലോ നമ്മളെ ലിപ്പിന്. ഓക്കെ, ഇനി ഞാൻ ഇതൊരു ചെറിയൊരു ഐഷാഡോ പാലറ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റാണ്. ഇത് നമുക്ക് പൗച്ചിലും നമ്മളെ പേഴ്സിലും നമ്മളെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ക്യാരി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു പീച്ച് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഐലൈനർ ഭയങ്കരമായിട്ട് എഴുതുന്നില്ല. ചെറിയൊരു രീതിയിൽ എഴുതാമെന്ന് വിചാരിച്ചിട്ട്, അതും വിങ് ഔട്ടർ കോർണറിൽ നിന്ന് വരക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഐ ഷാഡോ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഐലിഡിൽ ഞാൻ ഐലൈനറിന് പകരം ഈ ഒരു ഷെയ്ഡ് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തു. കൈകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വിരൽ യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ബ്രഷ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. എനിക്കിത് ഈസിയാണ് ചെയ്യാൻ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഐ ഷാഡോ ഇട്ടു. ഇനി നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതൊരു ഡാർക്ക് ഗ്രീൻ കളർ ഐലൈനർ ആട്ടാ. 1-on-1 പ്രൊഫഷണൽ വാട്ടർ പ്രൂഫ് ഐലൈനർ ആണ്. ഗ്രീൻ കളർ ഷെയ്ഡാണ്. എനിക്ക് ഇങ്ങനത്തെ വെറൈറ്റി കളേഴ്സ് ഓഫ് ഐലൈനർ ഭയങ്കര ഇഷ്ടാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് കളേഴ്സ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് പല കളേഴ്സും ഉണ്ട്. ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നീല, വെള്ള, അങ്ങനത്തെ ഓരോ ഐലൈനേഴ്സും ഒരു കോമ്പിനേഷൻ. അപ്പോൾ കണ്ടോ, ഞാൻ ഔട്ടർ കോർണറിൽ നല്ല രീതിയിൽ ഒരു വിങ് വരച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ കണ്ണിന്റെ കാര്യമായി. ഇത് ബേസിക് മേക്കപ്പ്, ചെറിയൊരു മേക്കപ്പിന്റെ വീഡിയോ ആണ്. പിന്നെ നമ്മുടെ കണ്ണിന് ഞാൻ വലിങ്ങനെ ഐലൈനർ ഒന്നും ഇടാത്തതുകൊണ്ട് കണ്ണിന്റെ ലാഷസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലാക്മീന്റെ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മളെ കണ്ണ് കുറച്ച് വെൽ ഡിഫൈൻഡ് ആയിട്ട്, നമ്മൾ കൺപീലികളൊക്കെ വെൽ ഡിഫൈൻഡ് ആയിട്ടൊന്ന് കാണുമല്ലോ. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് കണ്ണ് ഫിനിഷ് ചെയ്തു. ഇനി ലിപ്പിന് ഞാൻ ജസ്റ്റ് ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ബോൾഡ് മാറ്റ് ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്തത്. അത് അവിടെ ഞാൻ ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താണ് ഇനി ചെയ്യുക, വേറെ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു സിമ്പിൾ മേക്കപ്പ് അല്ലേ. അപ്പോൾ ജസ്റ്റ് ലിപ്പ് ലൈനും ചെയ്തു. ആ ലിപ്പ് ലൈനർ കൊണ്ട് തന്നെ ലിപ്പിൻ്റെ ഉള്ളിൽ ഫില്ലും ചെയ്തു. അങ്ങനെ ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഫൗണ്ടേഷനോ അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി എല്ലാം പോകുമ്പോൾ, എവിടെയെങ്കിലും പോകുമ്പോൾ പുറത്തുനിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള മേക്കപ്പാണ് ഞാൻ ചൂസ് ചെയ്യാറ്. ഫൗണ്ടേഷനൊന്നും അങ്ങനെ ചെറിയൊരു പുറത്ത് പോയി വരുമ്പോൾ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ മുടിയും അഴിച്ചിട്ടു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലുക്ക്. ഞാനൊന്ന് പുറത്ത് പോകാൻ പോവാ. അപ്പോൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മേക്കപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സജഷൻസ് പറയുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.